Hello friends, it's me Shabir, Mallu Carpenter's പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പോട്ട് സ്റ്റാൻഡ് ആണ്. ഇതിനു മുമ്പ് നമ്മൾ രണ്ട് പ്രാവശ്യം പ്ലാന്റിന്റെ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കാരണം ഇന്ന് നമ്മൾ ചെയ്യുന്നത് വുഡിലല്ല. നമ്മൾ ഇന്നൊരു വെൽഡിംഗ് വർക്കാണ് ചെയ്യുന്നത്. അതായത് ഇരുമ്പിൽ. അത് മാത്രമല്ല ഇന്നത്തെ പ്ലാന്റിന്റെ സ്റ്റാൻഡിൽ നമ്മൾ വെക്കാൻ പോകുന്നത് വാട്ടർ പ്ലാന്റ് ആണ്. അതായത് വാട്ടർ പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വർക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പി കൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കമ്പിക്ക് സത്യത്തിൽ എന്താ പറയേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാനത് വാങ്ങാൻ പോയപ്പോൾ ഇത് വാങ്ങാൻ വേണ്ടി ഞാൻ ആദ്യം കയറിയ ഷോപ്പിൽ തന്നെ കയറുന്ന ഭാഗത്ത് തന്നെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെന്താ വില ചോദിച്ചു, വിലയും കൊടുത്ത് ഇത് വാങ്ങിപ്പോന്നു. അതുകൊണ്ട് സത്യത്തിൽ ഈ കമ്പിക്ക് എന്താണ് പറയാമെന്ന് എനിക്കറിയില്ല. നമ്മൾ കണ്ടിട്ട് നമ്മൾ ഈ തെങ്ങൊക്കെ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കൂലേ, അതുപോലത്തെ ഒരു കമ്പിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കമ്പി വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് വർക്ക് എന്താ വെച്ചാൽ എല്ലാത്തിലുള്ള പോലെ തന്നെ നമുക്കിത് വേണ്ട വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഈ കമ്പി നമ്മൾ റോൾ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ല വളവുണ്ട്. ആദ്യം നമുക്ക് ഈ ജസ്റ്റ് ഈ വളവുകളൊന്ന് നിർത്തിയെടുക്കാം. സംഭവം സത്യം പറഞ്ഞാൽ നമുക്കിത് വളക്കാനുള്ളതാണ്, പക്ഷേ ഈ വളവ് നമുക്ക് നിർത്തിയെടുക്കൽ മസ്റ്റാണ്. അങ്ങനെ നമ്മൾ വളവുകളൊക്കെ ഏകദേശം നിർത്തിയെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ ശരിക്കുള്ള വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഒരു എളുപ്പ വഴിക്ക് വേണ്ടിയിട്ട് ഈ കമ്പി വളക്കാൻ ഏകദേശം ഉരുണ്ടിട്ടൊന്നുമല്ല, എന്നാലും ഏകദേശം ഉരുണ്ടിട്ടുള്ളൊരു മരത്തിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ മരത്തിൻ്റെ പീസ് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് വല്ല PVC പൈപ്പോ അല്ലെങ്കിൽ ഈ വണ്ണത്തിലുള്ള ഏതെങ്കിലും കുപ്പിയോ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. കാരണം ഇത് വലിയ ബലമുള്ള കമ്പിയൊന്നുമല്ല, ഇത് നിസ്സാരമായിട്ട് വളച്ചെടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എളുപ്പ വഴിയാണിത്. ഞാനിത് വളച്ചെടുക്കുകയാണ്. നമ്മളിത് ഇതുപോലൊരു കൊക്ക രീതിയിൽ നമ്മൾ വളച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പീസ് ഞാൻ ഇതേപോലെ വെച്ചിട്ട് ഇത് ഞാൻ ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ ഒന്ന് വളച്ചെടുക്കുകയാണ്. അതുപോലെ അടുത്ത പീസും അതേ രീതിയിൽ തന്നെ ഞാൻ വളച്ചെടുക്കണം. ഇനി നാലാമത്തെ പീസ്, അത് വളക്കുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ നമുക്കത് എങ്ങനെയാണ് വളക്കേണ്ടത് എന്നുള്ള കറക്റ്റ് ഒരു അളവൊന്നും നമുക്ക് കിട്ടില്ല. ഇതിൽ രണ്ട് പീസ് എടുത്തിട്ട് ഇത് ഒന്നുകൂടി ഒന്ന് വളച്ചെടുക്കാനുണ്ട്. അതെങ്ങനെയാണ് വളക്കുന്നതെന്ന് നോക്കിക്കോളി. ഇനി അടുത്ത പീസ് കൊടുത്തിട്ട് അതേ രീതിയിൽ ഒന്നുകൂടി വളക്കുകയാണ്. അങ്ങനെ മൂന്നാമത്തെ പീസ് നമ്മൾ വളച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഏകദേശം രൂപമൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇനി നാലാമത്തെ പീസ് നമ്മൾ വളക്കുന്നതിന് മുമ്പ് നമ്മൾ രണ്ടാമത് വളച്ചെടുത്ത ഈ പീസ് ഉണ്ടല്ലോ, ഇത് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. അതായത് ഇതിൽ കൂടുതലായിട്ട് ഏറി നിൽക്കുന്ന ഈ ഭാഗങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം. അങ്ങനെ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ മേടിച്ച ഷോപ്പിലത്തെ നമ്മളൊരു സുഹൃത്തുണ്ടായിരുന്നു. നമ്മൾ അവനോട് വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേരെന്താണെന്ന്. അപ്പോൾ അവൻ്റെ നെറ്റ് ഓൺ ആക്കാത്തതുകൊണ്ടായിരുന്നു നമ്മൾ തുടക്കത്തിൽ ഇതിൻ്റെ പേരെന്താ അറിയില്ല എന്നൊക്കെ പറഞ്ഞത്. അവൻ്റെ റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 10 mm GI കമ്പിയാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ മേടിക്കണം എന്നുണ്ടെങ്കിൽ 10 mm GI കമ്പി മേടിച്ചാൽ മതി. ഇതിൻ്റെ കനം കൂടിയതും കനം കുറഞ്ഞതൊക്കെ കിട്ടും. 10 mm ആണ് നമുക്കൊരു പാകം. ഇനി നാലാമത്തെ പീസ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ട്രക്ചർ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ നിങ്ങൾ കാണുന്നതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എങ്ങനെയാണ് വളക്കേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് വളച്ചെടുക്കുക.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വളച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ചെയ്തതിന് ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. മറ്റേ നമ്മൾ റൗണ്ടിലായിരുന്നു, ഇത് റൗണ്ടിലാണെങ്കിലും ഏകദേശം ഒരു സ്ക്വയറായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഇങ്ങനെയാണ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിലും ഏറെ വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇത് നമ്മൾ എടുത്ത കമ്പികളെല്ലാം നമ്മൾ ഏറുള്ള ഭാഗവും ഒക്കെ കട്ട് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇതിൻ്റെ ഒരു ഔട്ട്ലൈന് കിട്ടുന്നില്ലേ? ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെൽഡ് ചെയ്തെടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് ഫുള്ള് വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി വേണ്ട പീസ് കട്ട് ചെയ്തെടുക്കണം. അതായത് ഇതിൽ ഈ മെയിൻ ബ്രാഞ്ച് ഉണ്ടല്ലോ, ഈ മെയിൻ ബ്രാഞ്ചിൽ 3 ലൈനും അതുപോലെ ഈ ഓരോ ബ്രാഞ്ചസിലും അതേ രീതിയിൽ 3 ലൈനുമാണ് നമുക്ക് കൊടുക്കേണ്ടത്. മൊത്തം 9 പീസ് കമ്പിയാണ് വേണ്ടത്. അതിൽ ബ്രാഞ്ചസിന് ചെറിയ പീസ് മതിയാവും. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ പറഞ്ഞ പോലെ നമ്മളെ മെയിൻ ബ്രാഞ്ചിലേക്ക് 3 കമ്പികളും അതുപോലെ ഇവിടെയുള്ള ഈ ചെറിയൊരു ബ്രാഞ്ചിലേക്ക് 3 കമ്പികളും അതേ രീതിയിൽ തന്നെ ഇപ്പുറത്തൊരു ചെറിയ ബ്രാഞ്ച് ഉണ്ടല്ലോ അതിലേക്ക് 3 കമ്പികളും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറക്റ്റ് വെച്ചിട്ട് വെൽഡ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ കാക്ടസിൻ്റെ വർക്കൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. നമ്മളെ ഉള്ളിലുള്ള പീസുകളും കമ്പികളൊക്കെ നമ്മൾ വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പ്ലാന്റ് വെക്കാൻ പോകുന്നത് ഈ ഒരു ജ്യൂസ് ബോട്ടിലാണ്. ഇങ്ങനത്തെ ജ്യൂസ് ബോട്ടിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ജ്യൂസ് ബോട്ടിൽ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന് സ്റ്റാൻഡ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആ സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു കമ്പി ഞാൻ വളച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരു പീസും ഒരു യു ഷേപ്പിലും ഒരു എൽ ഷേപ്പിലുള്ള 2 കമ്പിയാണ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിന് ഉപയോഗിച്ച സെയിം കമ്പിയാണിത്, അതായത് 10 mm GI കമ്പി. ഇത് ഇപ്പോൾ ഇതിൽ കാണുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് വെൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതും കൂടി ഒന്ന് വെൽഡ് ചെയ്യാം. നമുക്ക് ബോട്ടിൽ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. അയവാ നല്ല കറക്റ്റ് ഫിറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബോട്ടിൽ ലൂസ് ആവാതെ വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നമ്മുടെ താഴത്ത് ഒക്കെ ഒരൊറ്റ കമ്പിയൊക്കെ അല്ലേ ഉള്ളൂ. അതിൽ നമുക്ക് ഇതിൽ വെള്ളം അതുപോലെ നമ്മുടെ പ്ലാന്റിൻ്റെ ഒക്കെ വെയിറ്റ് വരുമ്പോൾ നല്ല സ്റ്റേബിളായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈറ്റിൽ വെക്കുന്നതാണ് നല്ലത്. ഇതിന് ഞാൻ കൊടുക്കാൻ പോകുന്നത് മരത്തിൻ്റെ ഒരു സ്റ്റാൻഡാണ് ഇതിന് വെക്കാൻ പോകുന്നത്. അപ്പോൾ മരത്തിൻ്റെ സ്റ്റാൻഡും ഇത് ജസ്റ്റ് ജോയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഇങ്ങനെയുള്ളൊരു പ്ലേറ്റ് വേണമല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ സ്ക്വയർ പൈപ്പില്ലേ, സ്ക്വയർ പൈപ്പിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ 4 ഹോൾ ഇട്ടതാണിത്. ഇനി ഇതിൽ വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പീസ് മരത്തിൻ്റെ ഒരു പ്ലേറ്റിൽ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് വെൽഡ് ചെയ്തെടുക്കാം. എന്നാൽ പിന്നെ നമ്മൾ കംപ്ലീറ്റ് വെൽഡിങ് വർക്ക് ഇതോടുകൂടി ചെയ്യും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ ബേസിലേക്ക് ജോയിൻ്റ് ചെയ്യാനുള്ള പ്ലേറ്റും നമ്മളിതിൽ വെൽഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ബേസായിട്ട് വെക്കാൻ ഞാനൊരു മരത്തിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. മരത്തിൻ്റെ പീസ് ജസ്റ്റ് ഞാനൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിത് ജോയിൻ്റ് ചെയ്യണം. പക്ഷേ ജോയിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിത് ഒന്ന് പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കണ്ടേ. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്റ്റാൻഡൊക്കെ നമ്മൾ നല്ല പെയിൻ്റ് അടിച്ച് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം മൊത്തമായിട്ടില്ലെങ്കിലും ഏകദേശം ഉണങ്ങിയിട്ടുമുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബേസിലേക്കൊന്ന് ഫിറ്റ് ചെയ്യാം.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുണ്ടാക്കി ഈ വാട്ടർ പ്ലാന്റ് സ്റ്റാൻഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അപകടങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അറിയാലോ, വെൽഡിംഗ് വർക്കാണ്. അതുപോലെ കണ്ണ്, തൊലി എല്ലാത്തിനും ഭയങ്കര റിയാക്ഷൻ ഉണ്ടാകുന്ന ഒരു വർക്കാണ് ഈ വെൽഡിംഗ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ തന്നെ ഫസ്റ്റ് ചെയ്ത സമയത്ത് പിറ്റത്തെ ദിവസം എനിക്ക് കണ്ണിനൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതുപോലെ കണ്ണിൽ മണലൊക്കെ വാരിട്ട പോലെയായിരുന്നു കണ്ണിൻ്റെയൊക്കെ അവസ്ഥ. അതുപോലെ മുഖത്തെ തൊലിയൊക്കെ പൊളിഞ്ഞു പോരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മതിയായ സേഫ്റ്റി കാര്യങ്ങളെല്ലാം എടുത്തിട്ട് മാത്രമേ ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാൻ പാടൂ. അതുകൊണ്ട് കുട്ടികളാരും ഇങ്ങനെയുള്ള വർക്കുകൾ അനുകരിക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.